ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ അപ്പൻ്റെ കാശ് ഇങ്ങനെ മുടിപ്പിച്ച് നടക്കുന്ന 3 കോടീശ്വര പുത്രന്മാരും. അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടി അവർ അപ്പനാണെങ്കിൽ അവർക്ക് കണം കയറിയെന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ 2021 റിലീസ് ചെയ്ത സ്പോയിൽഡ് ബ്രാറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്തു വരുന്ന കോടീശ്വരനായിട്ടുള്ള ഫ്രാൻസിസിനെയായിരുന്നു. അവനാണെങ്കിൽ ഫിലിപ്പ്, അലക്സാണ്ടർ, സ്റ്റെല്ല എന്ന് പറഞ്ഞ് 3 മക്കളുണ്ടായിരുന്നു. അവർ 3 പേരെന്ന് വെച്ചാൽ ഒരു പണിക്കും പോകാതെ ഇവർ അച്ഛൻ്റെ പൈസയ്ക്ക് തിന്നു മുടിച്ച് ജീവിച്ചു വരുമായിരുന്നു. ഇനി ഓരോരുത്തരുടെ കാര്യം നോക്കാൻ പോകുകയാണെങ്കിൽ അലക്സാണ്ടർ ആണെങ്കിൽ അവൻ്റെ പൈസ എല്ലാം ഓരോ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് അവരുടെ കൊടുത്ത് ചിലവഴിക്കും. അതേസമയത്ത് സ്റ്റെല്ലയാണെങ്കിൽ ഉള്ള പൈസ എല്ലാം കൊണ്ടുപോയി ഷോപ്പിങ്ങിനും കളയും. ഫിലിപ്പാണെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ടത്തരമായിട്ടുള്ള ബിസിനസ് ഐഡിയയും വന്നിട്ട് അതിന് കുറേ കാശ് കളയും, അല്ലെങ്കിലുള്ള പൈസ എല്ലാം കൊണ്ടുപോയി പാർട്ടിക്കും കളയുമായിരുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു ഇവർ 3 പേരും ഒരുപോലെ നിന്നത്. കാരണം ഇവർ വർക്കേഴ്സിനോട് സെർവൻസിനോടും ഒക്കെ എപ്പോഴും റൂഡായിരുന്നു. ഒരു ദിവസമാണ് ഫിലിപ്പാണെങ്കിൽ ഫ്രാൻസിസിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഒരിക്കലും നടക്കാതെ ഒരു മണ്ടൻ ഐഡിയ പറയുന്നത്. ഇത് കേൾക്കുന്ന ഫ്രാൻസിസിൻ്റെ അത് പിടി കിട്ടുമെങ്കിൽ പോലും അവനാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഇവർ അമ്മ മരിച്ചു പോയതുകൊണ്ട് വഴക്ക് പറയാതെ വളർത്തിക്കൊണ്ട് ഇവരൊന്നും പറയാതിരിക്കും. പക്ഷേ ഫ്രാൻസിസിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫെറീഷ്യ ആണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ പറയും എന്തൊരു മണ്ടൻ ഐഡിയ ആണ്. പിന്നീടാണ് ഫെറീഷ്യ ആണെങ്കിൽ ഫ്രാൻസിസിനോട് പറയുന്നത് ഫാമിലി സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം, അമ്മ മരിച്ചു വന്ന ഒരു കാരണമല്ല, ഇപ്പോൾ 15 വർഷമായില്ലേ, പിള്ളേരൊക്കെ വലുതായില്ലേ, അവരെ ഒന്ന് സെറ്റാക്കത്തില്ല എന്നൊക്കെ ചോദിക്കും. പിന്നീടാണ് നമ്മളെ സ്റ്റെല്ലയുടെ ബർത്ത്ഡേ പാർട്ടി കാണിക്കുന്നത്. അവിടെ സ്റ്റെല്ലയുടെ അർജന്റീനക്കാരൻ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കാർലോസ് ആണെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് അവൻ്റെ നാടിനെ പറ്റി അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്റ്റെല്ല ഇതേ സമയത്ത് തന്നെ അവർക്കൊന്നും കറക്റ്റ് സമയത്ത് ജ്യൂസ് വരാത്തതുകൊണ്ട് അസ്വസ്ഥയായിട്ടിരിക്കുമായിരുന്നു. അവൾ നേരെ പോയി കേറ്ററിംഗുകാരോട് ചൂടാക്കിക്കൊണ്ടിരിക്കും. അന്നേരമാണ് അങ്ങോട്ട് മാത്യാസ് എന്ന് പറഞ്ഞ് ഇവളെ പണ്ട് പ്രപ്പോസ് ചെയ്ത് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. അവനിങ്ങനെ ഇവൾക്ക് വേണ്ടി കേറ്ററിംഗ് രാവും പകലും വർക്ക് എടുക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവൾക്ക് സന്തോഷമാവും. ഇവളാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി അത് പറയുകയും ചെയ്യും. ഇതേ സമയത്ത് ഫ്രാൻസിസ് ആണെങ്കിൽ അവൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ഫോട്ടോ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ എവിടെയാണ് തെറ്റിപ്പോയത്, മക്കളൊക്കെ ഇങ്ങനെ ആയല്ലോ എന്നോർത്ത്. അന്നേരമാണ് വേലക്കാരി ഒന്ന് പാർട്ടിയിലേക്ക് വിളിക്കുന്നത്. അവൻ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഒച്ചയും ബഹളമൊക്കെ നോക്കും. ഇവൻ നോക്കുമ്പോഴത്തേക്കിനും കാർലോസ് ആണെങ്കിൽ ഗോൾഫ് വെച്ച് അടിച്ച് ബോട്ടിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ ഗോൾഫ് അടിച്ച് വിടുമ്പോഴത്തേക്കിനും ഉന്നം തെറ്റിപ്പോയിട്ട് ബോട്ടിൽ പൊട്ടിപ്പോകും. പക്ഷേ അവനാണെങ്കിൽ ആ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ പറ്റാതെ ആ വെയിറ്ററിൻ്റെ കൈ അനങ്ങിട്ടാന്ന് പറഞ്ഞ് അവനോട് ചൂടാവും. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് സ്റ്റെല്ലയാണെങ്കിൽ അവളുടെ അച്ഛനെ പോയി കാണാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ അടുത്തോട്ട് വരുന്നത്. ഫ്രാൻസിസ് ആണെങ്കിൽ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനാണ് ഇവൻ പറയുന്നത് അവളെ മാരേജ് ചെയ്യാനുള്ള പ്ലാനിലാണെന്ന്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഫ്രാൻസിസിന് സമ്മതിക്കത്തില്ല. കാരണം അവന് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഫ്രാൻസിസ് പറയും ഇവൻ്റെ പൈസ കണ്ടിട്ടാണെങ്കിൽ സമ്മതിക്കത്തില്ലെന്ന്. പക്ഷേ സ്റ്റെല്ലയാണെങ്കിൽ ഇതൊക്കെ എതിർത്തിട്ട് അവിടെ നിന്ന് കാർലോസിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ആ പാർട്ടി നിൽക്കുന്ന അത്രയും പേരോടും ചെന്ന് പറയും ഇവർ തമ്മിൽ എൻഗേജ് ആകാൻ പോവുകയെന്ന്. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ ആദ്യം തന്നെ ഫിലിപ്പിനെ വിളിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ അന്നേരമാണ് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോ കണ്ടവന് പിടി കിട്ടുന്നത് അവനാണെങ്കിൽ പാർട്ടിയിലാന്ന്. അന്നേരമാണ് അങ്ങോട്ട് അലക്സാണ്ടർ പ്രിൻസിപ്പൾ വരുന്നത്. അവനാണെങ്കിൽ അലക്സാണ്ടറിനെ കൊല്ലുമെന്ന് പറഞ്ഞായിട്ട് വന്നത്. കാരണം അലക്സാണ്ടറിനെ ക്ലാസ്സിൽ വരാത്തത് മാത്രമല്ല പ്രശ്നം, അവനാണെങ്കിൽ ഇവൻ്റെ ഭാര്യയോടെ കിടക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഫ്രാൻസിസുമായിട്ട് ഇവൻ ഉടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലക്സാണ്ടറാണെങ്കിൽ ഈ പ്രിൻസിപ്പളിനെ 2 മക്കളുടെ കൂടെ കിടന്നിട്ട് ഇറങ്ങി വരുന്ന കാണുന്നത്. ഇത് കാണുന്ന പ്രിൻസിപ്പളാണെങ്കിൽ അവനെ തല്ലാൻ വേണ്ടി ഓടിക്കും. അങ്ങനെ ഇതെല്ലാം കാണുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ മക്കളെ ഈ അവസ്ഥയെല്ലാം ഓർത്തിട്ട് അവിടെ നെഞ്ചുവേദന വന്ന് വീഴും. പിന്നീട് ഫ്രാൻസിസിനെ ആശുപത്രി കാണാൻ വേണ്ടി 3 മക്കളും വരും. പക്ഷേ അവരാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാണുന്ന ഫ്രാൻസിസിൻ്റെ സ്ട്രെയിൻ വീണ്ടും കൂടുന്ന കണ്ടിട്ട് ഫെറീഷ്യ ആണെങ്കിൽ മക്കളെ 3 പേരെ അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസമാണ് മക്കൾ 3 പേരും കൂടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും അവരുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തത് അവിടുത്തെ വൈഫൈ ഒക്കെ ഓഫായി കിടക്കുന്നത് കാണുന്നത്. അവരെന്ത് പറ്റിയെന്ന് അറിയാൻ നിൽക്കുമ്പോഴത്തേക്കിനുമാണ് അങ്ങോട്ട് ഒരു കൂട്ടം പോലീസുകാർ വന്നിട്ട് അവരുടെ കാറെല്ലാം പിടിച്ചെടുക്കുന്നത്. പെട്ടെന്നാണ് ഫ്രാൻസിസ് കുറേ കൂടെ മക്കളോട് വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് പിൻവാതിലിൽ കൂടെ റോഡിലേക്ക് പോയിട്ട് അവിടെ വെച്ച് വരുന്ന ടാക്സിക്കാരനെ തോക്കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ടാക്സി കയറി അവരെല്ലാം രക്ഷപ്പെടുന്നത്. അവർ പോയി കഴിയുമ്പോഴത്തേക്കിനാണ് ഫെറീഷ്യ അങ്ങോട്ട് വന്നിട്ട് ആ ടാക്സിക്കാരനെ സെറ്റിൽ ചെയ്ത് വിടുന്നത്. പിന്നീട് ഫ്രാൻസിസ് ആണെങ്കിൽ മക്കളോട് പറയും അവൻ്റെ ബിസിനസ്സിലാണെങ്കിൽ ചെറിയ പണി കിട്ടി, പോലീസുകാരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇവരുടെ ബാങ്ക് ഫ്രീസായി, ഇവനാണെങ്കിൽ ഫെറീഷ്യോനെ സംശയമെന്ന് പറയും. ഇത് കേട്ട് മക്കൾ പേടിച്ചിരിക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് പോലീസുകാർ കണ്ടുപിടിച്ച് ഇവരുടെ സ്വത്തെല്ലാം എഴുതി മേടിക്കും, അതുകൊണ്ട് തന്നെ ആ ഫോൺ തരാൻ പറഞ്ഞ് അവരുടെ ഫോൺ മേടിച്ച് വഴിയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. അത് കഴിഞ്ഞ് ഫ്രാൻസിസ് ആണെങ്കിൽ ഇവരെയും കൊണ്ട് ജനിച്ച് വളർന്ന സ്ഥലത്തേക്ക് പോകും. അവിടേക്ക് പോകുമ്പോഴാണ് ഇവരാണെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ ലൈഫ് എന്നാന്ന് തന്നെ കാണുന്നത് തന്നെ. അവിടെ ചെന്നിട്ട് ഫ്രാൻസിസ് ചെറുപ്പത്തിൽ താമസിച്ച വീട്ടിലേക്കാണ് ചെന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവർക്കാണെങ്കിൽ അറപ്പ് പോലെ നിൽക്കുമായിരുന്നു. കാരണം അവിടെ ലൈറ്റില്ല, വെള്ളമില്ല, എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നീട് ഉള്ളത് വെച്ച് ഇവർ 4 ഭക്ഷണം കഴിച്ച ശേഷം ഫ്രാൻസിസ് ഇവരോട് പറയും അടുത്ത ദിവസം തന്നെ എല്ലാവരും ഒരു ജോലി കണ്ടുപിടിക്കുക, എന്നാലേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഫ്രാൻസിസ് ആണെങ്കിൽ മക്കളെ 3 പേരെ എഴുന്നേപ്പിച്ചിട്ട് ഉടനെ തന്നെ ജോലി അന്വേഷിക്കാൻ വേണ്ടി പറയും. കാരണം ഇവനാണെങ്കിൽ വെളിയിറങ്ങാൻ പറ്റത്തില്ല, പോലീസ് എപ്പോൾ വേണമെങ്കിലും പിടിക്കുമായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയാവും. ഇവർക്ക് ശരിക്കും പാടായിരുന്നു. കാരണം വരുന്ന വെള്ളമാണെങ്കിൽ ചെളി വെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിനാണെങ്കിൽ കഥകൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിയർപ്പ് പറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നനച്ചു വിട്ട ശേഷം ഓരോരുത്തരും ജോലി അന്വേഷിച്ചിറങ്ങും. അലക്സാണ്ടർ ആണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവനെയാണെങ്കിൽ അവരെല്ലാം കൂടെ തല്ലാൻ വേണ്ടി ഓടിക്കും. അങ്ങനെ അവനാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെടും. സ്റ്റെല്ലയാണെങ്കിൽ ഇതേ സമയത്ത് അതുവഴി നടക്കുമ്പോഴത്തേക്കിനും ഒരാളുടെ ഫോൺ മേടിച്ച് കാർലോസിനെ വിളിച്ചിട്ട് പറയും ഇവർ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പിന് പോകുന്നേക്കും, അതുകൊണ്ട് കുറേ ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്ന് പറയും. ഫിലിപ്പാണെങ്കിൽ ഇതേ സമയം എപ്പോഴും അവൻ്റെ ഐഡിയകളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടുകാരനെ കാണാൻ പോയിട്ട് ഇതേപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അന്നേരമാണ് അവൻ്റെ കൂട്ടുകാരെ സത്യം പറയുന്നത് ഇവൻ്റെ ഐഡിയകളെല്ലാം വെറും ഷോവായിരുന്നു, ചുമ്മാ ഇവർ പാർട്ടി അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തായിരുന്നെന്നും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അലക്സും ഫിലിപ്പും ആണെങ്കിൽ ഒരു ജോലിയും കിട്ടാതെ വിഷമിച്ച് തിരിച്ചു വരും. ഇതേ സമയം സ്റ്റെല്ലയാണെങ്കിൽ ഷോപ്പിങ്ങിന്
പോയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ ക്ലോത്ത്സും മേടിച്ചുകൊണ്ട് വരും. ഇത് കാണുമ്പോഴത്തേക്കിനും അവർ പൈസ പറ്റി ചോദിക്കുമ്പോഴത്തേക്കിനാണ് സ്റ്റെല്ല പറയുന്നത് ജോലിയൊന്നും കിട്ടിയില്ല, പകരം ഫിലിപ്പിൻ്റെ വാച്ച് കിട്ടി, അതിന് മേടിച്ചതാന്ന്. ഇത് കാണുന്ന സഹോദരന്മാരാണെങ്കിൽ തേയും വന്നിട്ട് അവിടെ ഇരിക്കുന്ന ലോഷൻ എടുത്തിട്ട് ഇവളുടെ ഡ്രസ്സിലെല്ലാം ഒഴിച്ച് കുളവാക്കും. പിന്നീടാണ് ഇവരുടെ വേലക്കാരി അതുപോലെ തന്നെ പഴയ മാത്തീസും കൂടെ വരുന്നത്. അവരാണെങ്കിൽ തൽക്കാലം ഇവർക്കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് വന്നത്. ഇച്ചിരി ഫുഡും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മാത്തീസ് സ്റ്റെല്ലയോട് പറയുന്നത് ഇവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വേക്കൻസി ഉണ്ട്, നാളെ വേണമെങ്കിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാൻ. പിന്നീട് പോകാൻ നേരം വേലക്കാരിയാണെങ്കിൽ ഫ്രാൻസിസ് വെച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഫ്രാൻസിസ് സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തൽക്കാലം അവരോടും പറയണ്ടെന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾ പറഞ്ഞു വിടും. പിറ്റേന്ന് സ്റ്റെല്ലയാണെങ്കിൽ ആ ഹോട്ടലിലേക്ക് എന്നിട്ട് ട്രയൽ വെയിറ്റേഴ്സ് ആയിട്ട് ജോലിക്ക് കയറും. ആദ്യമേയൊക്കെ ഇവർക്ക് ഈ പാത്രം പിടിക്കാനൊക്കെ നല്ല പാടായിരുന്നു ബാലൻസ് കിട്ടാൻ. പിന്നീട് അവൾ പാത്രം കഴുകാനും ഫിഷ് വെട്ടാനും ഒക്കെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞാണ് ആളുകൾ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും മാനേജ് ചെയ്യാൻ ഇവൾ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നു. ഫിലിപ്പാണെങ്കിൽ ജോലി അന്വേഷിച്ച് ഒരു കമ്പനി ചെല്ലും. അവിടെ ഇവനെ ഇൻ്റർവ്യൂ എടുത്തവരാണെങ്കിൽ ഇവൻ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോവും. കാരണം ഇവനാണെങ്കിൽ ഇതുവരെ ഒരു ജോലി ക്വാളിഫിക്കേഷനോ മറ്റൊരു ജോലിയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇവൻ ചോദിച്ച ജോലി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഏറ്റവും മെയിൻ ജോലി. അതുപോലെ തന്നെ ഇവന് സഞ്ചരിക്കാൻ വേണ്ടി കാർ വെക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന അവർ ഞെട്ടിപ്പോയിട്ട് തൽക്കാലം ഇവന് ആകെയുള്ളൊരു ജോലി കൊടുക്കും. അതാണെങ്കിൽ റിക്ഷ ചവിട്ടുന്നായിരുന്നു. റിക്ഷ ചവിട്ടിക്കൊണ്ട് ഓരോ ആൾക്കാരെ കൊണ്ട് വിടണമായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ പതിയെ ജോലി ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവന് ശരിക്കും പാടായിരുന്നു. അവൻ്റെ വെയിറ്റ് വെച്ച ആൾക്കാരെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇവനുമായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നവനൊക്കെ ഡെയിലി ഇഷ്ടം പോലെ ആളുകളെ കൊണ്ടുവിടാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ അതിനൊന്നും പറ്റാതെ വിഷമിച്ചിരിക്കും. പിന്നീട് ഫെറീഷ്യ ആണെങ്കിൽ ഫ്രാൻസിസിനെ കാണാൻ വേണ്ടി വന്നിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വൈനും കഴിക്കാൻ വേണ്ടി ലോബ്സ്റ്ററും കൊണ്ടുവരും. അവൻ ആദ്യം ആലോചിച്ച് നിന്നെങ്കിലും അവിടെ ആരും ഇല്ലല്ലോ എന്നോർത്ത് അവർ രണ്ടും കൂടെ പോയി ഒളിഞ്ഞിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ വീട്ടിൽ കയറുന്ന ശബ്ദം കേട്ടിട്ട് ഇവനാണെങ്കിൽ ഷോട്ട് ഗണ്ണും എടുത്തുകൊണ്ട് ചെല്ലുന്നത്. നോക്കുമ്പോഴത്തേനും അലക്സാണ്ടർ ആണെങ്കിൽ ജോലിക്ക് പോകാതെ അവിടെ ഇരിക്കുമായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഫെറീഷ്യ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഓടിപ്പോകും. ഇവനാണെങ്കിൽ ആ ഫുഡ് കഴിച്ചതാണെങ്കിൽ അവൻ കാണാതെ കഴുകാൻ വേണ്ടി നോക്കും. പക്ഷേ ആ സമയത്തേക്ക് അലക്സാണ്ടർ വന്നിട്ട് ആ ലോബ്സ്റ്ററിൻ്റെ പീസ് കാണുമ്പോൾ പിടികിട്ടും. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയും അവനാണെങ്കിൽ അവിടുത്തെ ആറ്റി പോയി പിടിച്ചതാണ്. അത് കേൾക്കുമ്പോഴത്തേക്കിനും അലക്സാണ്ടർ വിശ്വസിക്കും. അന്ന് വൈകുന്നേരം സ്റ്റെല്ലയും ഫിലിപ്പും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ കാശുമായിട്ട് ഫ്രാൻസിൻ്റെ അടുത്തേക്ക് വരും. ഫ്രാൻസിസ് പറയും ആ പൈസ ആണെങ്കിൽ രണ്ടായിട്ട് വീതിക്കാം, ഒന്നാണെങ്കിൽ വെറുതെ ഫുഡിനും വേണ്ടി എടുക്കാം, രണ്ടാമത് ഹൗസ് മെയിൻ്റനൻസിനും എടുക്കാമെന്ന്. പിന്നീടാണ് അലക്സാണ്ടർ അങ്ങോട്ട് വരുന്നത്. അവനാണെങ്കിൽ ജോലിക്ക് പോകാത്തതുകൊണ്ട് അവരാണെങ്കിൽ അവന് മാത്രം ഡിന്നർ കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ പിണങ്ങിപ്പോയിട്ട് വഴി കാണുന്ന കുറേ ഫ്രൂട്ട്സ് വിലകളും ഒക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങും ഇവരോടുള്ള വാശിക്ക്. പക്ഷേ അതാണെങ്കിൽ ഇവന് വീണ്ടും വയ്യാതാക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം സ്റ്റെല്ലയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നത്. അവൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ ഓരോ കാര്യങ്ങളും മിസ്സിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റെല്ലയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഈ കാര്യങ്ങൾ തന്നെ മാത്യാസിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് അവൻ പറയുന്നത് ഇതുപോലെ തന്നെ അല്ലായിരുന്നു ഇവൾ പണ്ട് വെയിറ്റേഴ്സിനോടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്, ആ ഒരു രീതി കണ്ടാൽ മതി. അങ്ങനെയാണ് സ്റ്റെല്ലയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇനി തൊട്ട് എല്ലാവരോടും ഹമ്പിളായിട്ട് പെരുമാറാൻ തീരുമാനിക്കും. അങ്ങനെ അവൾ മാറിയെന്ന് കാണുമ്പോഴത്തേക്കിനും മാത്യാസ് അവളോട് പറയും അവിടെ നിൽക്കുന്ന കുക്കുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റൂഡായിട്ടുള്ള കസ്റ്റമറിനോട് ചെയ്താൽ മതിയെന്ന്. അന്നേരമാണ് അവൾ നോക്കുമ്പോഴത്തേക്കിനും അവിടെയുള്ള കുക്കാണെങ്കിൽ തുപ്പിയിട്ടിട്ട് ഭക്ഷണം കൊണ്ടുപോകുന്നത്. ഇതേസമയം ഫിലിപ്പാണെങ്കിൽ ഒരു കസ്റ്റമറും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അവൻ്റെ കസ്റ്റമറിനെല്ലാം അവൻ്റെ റിവെയിലായിട്ടുള്ള ആൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ അവനോട് എന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ആദ്യം നമ്മൾ ഓർക്കും അവർ തമ്മിൽ വലിയൊരു ഉടക്കാവും. പക്ഷേ ഫിലിപ്പാണെങ്കിൽ അവനോട് സംസാരിച്ച് അവർ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു ഡീലിലെത്തും. ഇതേസമയം ഫ്രാൻസിസ് ആണെങ്കിൽ അലക്സാണ്ടറിനോട് പറയും അവൻ്റെ കൂട്ടത്തിൽ വീട് മെയിൻ്റനൻസിന് സഹായിക്കുവാണെങ്കിൽ ഒരു ഷെയർ അവനും തരാമെന്ന്. അങ്ങനെ അലക്സാണ്ടർ ആണെങ്കിൽ അതിന് കൂടിയിട്ട് ആ ടാപ്പൊക്കെ കറക്റ്റായിട്ട് ശരിയാക്കും. ഇത് കാണുമ്പോഴത്തേക്കും ഫ്രാൻസിസിന് അത്ഭുതം തോന്നിയിട്ട് ഇതെങ്ങനെയാണ് പഠിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലക്സാണ്ടർ പറയും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിലെ കൂടെ പോയ വേസ്റ്റ് വെള്ളമാണെങ്കിൽ നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറ്റാൻ വേണ്ടി ഇവനാണെങ്കിൽ ഇതെല്ലാം ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചെടുത്താന്ന്. പിന്നീട് നമ്മളെ കാർലോസിനെ കാണിക്കും. അവനാണെങ്കിൽ സ്റ്റെല്ലയുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. അന്നേരമാണ് അവിടെ ഇങ്ങനെ ഇവർ ഈ പൈസയുടെ കടവൊക്കെ ആയിട്ട് മുങ്ങി നടക്കുക എന്നുള്ള കാര്യം പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും കാർലോസിന് സംശയം തോന്നും. കാരണം അവനാണെങ്കിൽ ഫെറേഷ്യനെ കഴിഞ്ഞ ദിവസം അവിടെ ക്ലബ്ബ് വെച്ച് കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വീണ്ടും ഫ്രാൻസിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവരും മക്കളും കൂടെ ശരിക്കും കമ്പനിയായിട്ട് ഉള്ളത് വെച്ച് അവർ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫെറേഷ്യ ആണെങ്കിൽ ഫ്രാൻസിനെ വിളിച്ചിട്ട് പറയുന്നത് കാർലോസ് ആണെങ്കിൽ ഇവരെ ക്ലബ്ബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, അവൻ എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഫ്രാൻസിസ് ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കാർലോസ് നിൽപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ എല്ലാ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ അവൻ എത്ര പൈസ വേണമെങ്കിലും തരാതെ മക്കളോട് പറയില്ലെന്ന് പറയും. പക്ഷേ കാർലോസ് ആണെങ്കിൽ അവന് പൈസ ഒന്നും വേണ്ട, പകരം മറ്റൊരു കാര്യം വേണ്ടെന്ന് പറയും. അന്നേരമാണ് ആ സിബ്ലിങ്സ് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും കാർലോസ് അവരോട് പറയുന്നത് അവരുടെ കടവല്ല, ഇവനാണെങ്കിൽ ഇവൻ്റെ വീട് വിറ്റ് വീട്ടി, അതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് ഇവർക്ക് തിരിച്ചു പോകാമെന്ന്. ഇത് കേൾക്കുന്ന ഫ്രാൻസിനാണെങ്കിൽ മറ്റു വഴിയില്ലാതെ ഇതൊക്കെ സമ്മതിക്കേണ്ടി വരും. പിന്നീട് ഇവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്നേരമാണ് കാർലോസ് ആണെങ്കിൽ സ്റ്റെല്ലിനെ പ്രപ്പോസ് ചെയ്യുന്നത് ഉടനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നതും. ഈ പ്രാവശ്യം സ്റ്റെല്ലി ആണെങ്കിൽ അതിനെ സമ്മതിക്കും. ഇതേസമയം ഫ്രാൻസിസ് ആണെങ്കിൽ ശരിയും വിഷമത്തിലായിരുന്നു. അവൻ അറിയുന്ന കാർലോസ് ആണെങ്കിൽ ഇവൻ്റെ സ്വത്ത് കണ്ടിട്ട് സ്റ്റെല്ലയുടെ പുറകെ നടക്കുന്നതെന്ന്. ഇതാണെങ്കിൽ ആ വേലക്കാരോട് പറയുമ്പോഴത്തേക്കിനും അവർ പറയും അങ്ങനെയാണെങ്കിൽ മക്കളോട് സത്യമെല്ലാം പറയാൻ. പിന്നീട് ഇവനാണെങ്കിൽ ഫെറേഷ്യയോട് ഈ കാര്യം പറയുമ്പോഴത്തേക്കിനും അവൻ ഇത് തന്നെ പറയും. അങ്ങനെ ഫ്രാൻസ് ആണെങ്കിൽ സ്റ്റെല്ലേനെ വിളിച്ച് കാര്യം പറയാൻ വേണ്ടി നോക്കും. ഇതേസമയത്ത് സ്റ്റെല്ലേനെയും കൊണ്ട് കാർലോസ് ആണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. സ്റ്റെല്ലേനെ ഇത്ര പെട്ടെന്ന് ധൃതിയിൽ ചോദിക്കുമ്പോൾ അവൻ പറയും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആകട്ടെ, അതാണെങ്കിൽ പിന്നീട് പാർട്ടി വെച്ച് ആഘോഷിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവർ ആ ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കിനുമാണ് സ്റ്റെല്ലയ്ക്ക് കോൾ വരുന്നത്. ഇതേസമയം സ്റ്റെല്ലയുടെ ഫോണാണെങ്കിൽ കാർലോസിൻ്റെ കയ്യിലായിരുന്നു. കാർലോസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രാൻസ് ആണെങ്കിൽ അവനോട് ചൂടായിക്കൊണ്ടിരിക്കും. പക്ഷേ കാർലോസ് ആണെങ്കിൽ അതൊന്നും ഫേസിൽ കാണിക്കാതെ സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും സ്റ്റെല്ലിയോട് പറയും അവരുടെ അച്ഛനാണെങ്കിൽ ഇവരുടെ കല്യാണം സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഈ ചതി മനസ്സിലാക്കുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ അവൻ്റെ മക്കളെ വിളിച്ച് ഇവരോട്
ദേഷ്യത്തോടെ ഈ കാര്യമെല്ലാം പറഞ്ഞിട്ട് നേരെ സ്റ്റെല്ലയുടെ അടുത്തേക്ക് വിടും. ഇതേ സമയത്ത് കാർലോസ് സ്റ്റെല്ലയും കൂടെ ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ നിന്ന് ആളാണെങ്കിൽ അവനെ കെവിൻ എന്ന് വിളിക്കുന്നത്. ഇതേ കഴിയുമ്പോഴത്തേക്കും സ്റ്റെല്ലയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നും. അതിനെപ്പറ്റി അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു റെഫ്യൂജി ആയിരുന്നോട്ടെ ഇങ്ങനെ പേര് മാറ്റേണ്ടി വന്നതൊക്കെ. പിന്നീട് കാർലോസ് ആണെങ്കിൽ സ്റ്റെല്ലേനെ കൺവിൻസ് ചെയ്ത് വീണ്ടും കല്യാണത്തിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫാമിലി അങ്ങോട്ട് കയറി വരുന്നത്. അവിടെ വന്ന ഫ്രാൻസിസ് ആണെങ്കിൽ സ്റ്റെല്ലയോട് നടന്ന കാര്യങ്ങളിലെല്ലാം സത്യം പറയും. ശരിക്കും കടവില്ലായിരുന്നെന്നും ഇവരൊരു പാഠം പഠിക്കാൻ അവൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കാർലോസ് ആണെങ്കിൽ അവൻ്റെ വീടൊന്നും വിറ്റിട്ടില്ല. ഇവളുടെ സ്വത്ത് കണ്ടിട്ട് ഇവളെ കല്യാണം കഴിക്കാൻ നടക്കുന്നതും ഇവളുടെ കൂട്ടുകാരിയുമായിട്ട് അവന് വേറെ റിലേഷൻഷിപ്പും എല്ലാം ഉണ്ടെന്ന് പറയും. ഇതേക്കുന്ന സ്റ്റെല്ലയാണെങ്കിൽ അവൻ്റെ കർണപ്പിരിക്കിട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ ആ 3 മക്കൾ ഇവൻ ചെയ്തതിന് ഇവനോട് പിണങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് നമ്മളെ കാണിക്കുന്ന 9 മാസം കഴിഞ്ഞുള്ളായിരുന്നു. 9 മാസമായിട്ട് മക്കളുടെ അഡ്രസ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇവൻ അവർ ജീവനോടെ ഉണ്ടെന്ന് ആകെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാണെങ്കിൽ മാസം അവർ ചെയ്ത ശമ്പളത്തിൽ നിന്ന് ഒരു പൈസ ഇവൻ അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ അതെല്ലാം ഒരു കൊടുക്കലിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഫെറോഷോ ആണെങ്കിൽ വഴി തിരിച്ച് ഇവനെ നേരെ ആ പഴയ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ചെന്നിട്ട് ഒരു പൂക്കളും കൂടി ഇവൻ്റെ കൊടുത്തിട്ട് പറയും ഇന്ന് സ്റ്റെല്ലയുടെ ബർത്ത്ഡേ പോയി അവളെ വിഷ് ചെയ്യാൻ. അകത്ത് കയറുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം ആ വീടേ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഫിലിപ്പാണെങ്കിൽ അവൻ്റെ റിവീലായിട്ട് നടന്ന ആളുടെ കൂട്ടത്തിൽ കൂടി മണി ട്രേഡിംഗ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അലക്സാണ്ടറാണെങ്കിൽ പതിവ് ഒരു പ്ലംബിംഗ് വർക്കും തുടങ്ങും. സ്റ്റെല്ലയാണെങ്കിൽ മാത്തീസിൻ്റെ കൂടെ കൂടിയിട്ട് പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്ന വെച്ചാൽ ഫാമിലിയിലെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവളുടെ ബർത്ത്ഡേ ശരിക്കും ആഘോഷിക്കുന്നതായിരുന്നു. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.